അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ഭാരതീയരുടെയും യാത്രയെന്ന ശുഭാംശു ശുക്ല. ഇക്കഴിഞ്ഞ 26-നായിരുന്നു ശുഭാംശു ശുക്ല അടങ്ങുന്ന സംഘം ISSൽ പ്രവേശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിർണായകമായൊരു സംഭാഷണം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് ശുഭാംശുവായി സംസാരിച്ചത്? വിഷ്ണു, തീർച്ചയായും ഏറെ കൗതുകകരവും ശാസ്ത്രീയമായി പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമെല്ലാം തന്നെ പ്രധാനമന്ത്രിയോട് ശുഭാംശു ശുക്ല വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ഗൗരവമുള്ള പല പരീക്ഷണങ്ങളും തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഭാരതത്തിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായൊരു പരീക്ഷണം സ്റ്റെം സെല്ലുകളുടെ പരീക്ഷണമാണ് എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയോട്. അതായത് സ്റ്റെം സെല്ലുകൾ മസിലുകൾക്ക് ദുർബലത, അതായത് ബഹിരാകാശത്തെത്തുമ്പോൾ മസിലുകൾ ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ദുർബലമായ മസിലുകളെ റീജനറേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച പരീക്ഷണം നടത്തുന്നതിനെ സ്റ്റെം സെല്ലുകളുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം അതായത് ഈ മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ഈ ശരീരങ്ങളിലെ ജന്തു ശരീരങ്ങളിലെ കോശങ്ങളുടെ ഒരു പ്രിമിറ്റീവ് രൂപം അല്ലെങ്കിൽ അതിനൊരു മുൻപുള്ള ഒരു രൂപമാണ് ഈ സ്റ്റെം സെല്ലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റെം സെല്ലുകളിൽ നിന്നാണ് കോശങ്ങൾ രൂപപ്പെടുന്നത്. അത്തരത്തിൽ കോശങ്ങൾ രൂപപ്പെടുന്നത് സംബന്ധിച്ച് ബഹിരാകാശത്ത് ചില പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ ബഹിരാകാശത്ത് മസിലുകളുടെ ദൗർബല്യം ബലക്കുറവുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനെ ഏതെങ്കിലും രീതിയിൽ സ്റ്റെം സെല്ലുകൾ പ്രയോജനപ്പെടുത്തി റീജനറേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ റിജുവിനേറ്റ് ചെയ്യുന്നതിന് സാധ്യമാകുമോ എന്ന പരീക്ഷണത്തിൻ്റെ ഭാഗമായുള്ള ചില ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, അതായത് വളരെ ചുരുക്കം അളവിൽ കഴിക്കുകയും എന്നാൽ ഒരു ഗുളികയോ അല്ലെങ്കിൽ അത്രയും വ്യാപ്തത്തിൽ മാത്രം അല്ലെങ്കിൽ വോളിയത്തിൽ മാത്രം കഴിക്കുകയും വലിയ ഊർജ്ജദായകമായ പോഷകദായകമായ ഭക്ഷണമായി മാറുകയും ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചുള്ള ഗവേഷണമുണ്ട്. ആ ഗവേഷണം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു പ്രധാന കാര്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് ഭാരതത്തിലെ ഇന്നത്തെ കുട്ടികൾ ബഹിരാകാശം വെറുതെ ആകാശം കാണുകയല്ല, ആകാശത്തെത്താൻ ആഗ്രഹിക്കുക കൂടി ചെയ്യുന്ന കുട്ടികളാണ്. അവർക്ക് നൽകാനുള്ള സന്ദേശം എന്ത് എന്ന് ചോദിച്ചപ്പോഴാണ് ശുഭാംശുവിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാർക്ക് ഉത്തേജകമാകുന്ന ഒരു മറുപടി ഉണ്ടായത്. പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുക, ഒരിക്കലും പിന്നോട്ട് പോകരുത് എന്ന സന്ദേശമാണ് അദ്ദേഹം യുവാക്കൾക്ക് ബഹിരാകാശത്ത് നിന്നുകൊണ്ട് നൽകിയത്. മാത്രമല്ല ആ അനുഭവങ്ങളെല്ലാം തന്നെ ഏറെ പ്രയോജനകരമാകും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതായത് നമുക്കറിയാവുന്നതാണ്, ഗഗൻയാൻ വരാനിരിക്കുന്നു, അതുപോലെ തന്നെ ബഹിരാകാശ നിലയം വരാനിരിക്കുന്നു, അതുപോലെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യം വരാനിരിക്കുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ശുഭാംശുവിൻ്റെ ഈ ബഹിരാകാശ നിലയത്തിൽ ആദ്യമെത്തുന്ന വ്യക്തി എന്ന നിലയിൽ, ഭാരതീയൻ എന്ന നിലയിൽ, ആദ്യമെത്തുന്ന ഭാരതീയനായ ഗഗനസഞ്ചാരി എന്ന നിലയിലുള്ള അനുഭവങ്ങളേറെ പ്രയോജനപ്പെടും. അവരെല്ലാം തന്നെ കൃത്യമായും പ്രയോജനപ്പെടുകയും ചെയ്യുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അത് പ്രയോജനപ്പെടും. ഇപ്പോഴുള്ള തൻ്റെ അനുഭവങ്ങൾ ഒരു സ്പോഞ്ചിൽ വെള്ളം പോലെ, അത് കൃത്യമായി സ്പോഞ്ച് പോലെ ഞാനത് ഉൾക്കൊണ്ട് അത് നാട്ടിൽ തിരിച്ചെത്തി അത് ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സംഭാഷണം ഏറെ സന്തോഷകരമായ പല കാര്യങ്ങളും കൗതുകകരമായ പല കാര്യങ്ങളും നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചു എന്നതാണ് ഏറെ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ സുഖമാണോ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണ് എന്നെല്ലാം തന്നെ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ 140 കോടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നതായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ശുഭാംശുവിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത്, വികസിത ഭാരതത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് ഭാരതം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേ ഗതിവേഗത്തിൽ, അതായത് ഏതാണ്ട് 8,000 കിലോമീറ്റർ വേഗതയിലാണ് താനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വേഗത തന്നെയാണ് ഭാരതവും ആർജിക്കേണ്ടത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ നിരവധിയായ കൗതുകകരങ്ങളായ വിവിധ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അവിടെയുള്ള അന്തരീക്ഷത്തിൻ്റെ സാഹചര്യം, അതുപോലെ തന്നെ ഏറ്റവും കൗതുകകരമായ വിഷയം, ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ആദ്യം ISSലേക്ക് പോകുമ്പോൾ അവർക്ക് നൽകാനായി കൊണ്ടുപോയത് ക്യാരറ്റ് ഹൽവയും അതുപോലെ തന്നെ മാംഗോ ബാർ പോലുള്ള ചില ഭക്ഷ്യവസ്തുക്കളാണ്. ആ ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ അവർക്ക് നൽകിയോ? ഭാരതത്തിൻ്റെ സ്വന്തമായ ഇത്തരത്തിലുള്ള മധുരമൂറുന്ന ഭക്ഷ്യവസ്തുക്കൾ സഹയാത്രികർക്കും ബഹിരാകാശത്തുള്ളവർക്കും നൽകിയോ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും അത് നൽകി. അവർ എല്ലാവരും അതിൻ്റെ രുചി ആസ്വദിച്ചു എന്നും പ്രധാനമന്ത്രിയോട് ശുഭാംശു ശുക്ല പറയുകയും ചെയ്തു. ഐസൻ സൂചിപ്പിച്ചതുപോലെ കൗതുകത്തോടു കൂടി ചേർത്ത് വെക്കാവുന്ന ഒരു ചരിത്രം കൂടിയാണ്. നമുക്കറിയാം, ബഹിരാകാശത്ത് നിന്നും ഒരു ആശയവിനിമയം, അതിലൂടെ ജയ് ഹിന്ദ് എന്ന ആദ്യം ഒരു വിളി നമ്മൾ കേൾക്കുകയാണ്. എന്തുതന്നെയാലും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാകുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ ഇനിയുള്ള ദൗത്യങ്ങൾക്ക് ഈ ഒരു സംഭവം എന്തുതന്നെയായാലും അതൊരു ചുവടുവെപ്പാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗഗൻയാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ വരാനിരിക്കുന്നു, അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള തന്നെ ഒരു പ്രധാന ചുവടുവെപ്പ് കൂടിയല്ലേ ഇപ്പോൾ ഉള്ള ഈ ശുഭാംശുവിൻ്റെ യാത്ര?
തീർച്ചയായും ശുഭാൻഷുവിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവ സമ്പത്തായി മാറാനിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ആദ്യ ബഹിരാകാശ യാത്രികൻ ഇന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, നിരവധിയായ അനുഭവങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്ര രംഗങ്ങളിലും വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലുമെല്ലാം തന്നെ കാര്യമായി ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി ശാസ്ത്ര പ്രചരണത്തിനായി ജീവിക്കുന്നൊരു വ്യക്തി തന്നെയായി അദ്ദേഹം നമുക്കിടയിൽ ഇന്നുമുണ്ട്. ആദ്യ ഗഗനസഞ്ചാരി രാകേഷ് ശർമ്മ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഗഗനചാരി, പ്രത്യേകിച്ച് ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഈ ഗഗനസഞ്ചാരി ഇന്ന് നാം തിരിച്ചു വരാനിരിക്കുമ്പോൾ 14 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 13 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ക്വാറൻറ്റൈനെല്ലാം കഴിഞ്ഞ് ഭാരതത്തിൽ തിരിച്ചെത്തുമ്പോൾ ആ അനുഭവം തന്നെയായിരിക്കും ഭാരതത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ ട്രഷറായി മാറുക. തീർച്ചയായും ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പരീക്ഷണങ്ങളും കാർഷിക രംഗത്തെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. പിന്നീട് ബഹിരാകാശത്ത് നിന്നുള്ള നേരിട്ടുള്ള ഇൻ ടൈം, അതായത് ഓൺ ടൈം ഡാറ്റ എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഭാരതീയരായ 140 കോടി ജനം ഒരേ സമയം കേൾക്കുന്നു, ലൈവായി കേൾക്കുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. നേരത്തെയും ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രധാനമന്ത്രിയോട്. എങ്കിൽ കൂടി കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇത്ര കണ്ട് വികസിക്കാത്തൊരു സാഹചര്യത്തിൽ അതെല്ലാം തന്നെ റേഡിയോയിലൂടെ വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഓരോ ഭാരതീയനും കേട്ടത്. പക്ഷേ ഇന്ന് എല്ലാ ഭാരതീയരും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയ ഭാഷണം, അതായത് ഏതാണ്ട് 18 മിനിറ്റോളം നീണ്ടുനിന്ന പ്രധാനമന്ത്രിയുടെയും ശുഭാൻഷുവിൻ്റെയും സംഭാഷണം മുഴുവനായി കേട്ടിരിക്കുന്നു. അത്തരത്തിൽ ശാസ്ത്രം വളരെയധികം മുന്നോട്ട് പോയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയും അതുപോലെ തന്നെ ISSലെത്തുന്ന വ്യക്തി കൂടിയായ ശുഭാൻഷു ശുക്ല ഇപ്പോൾ ബഹിരാകാശ യാത്ര തുടരുന്നത്. 400 കിലോമീറ്റർ മുകളിൽ നിന്ന്, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 400 കിലോമീറ്റർ മുകളിൽ 27,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഏറെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി സംവദിക്കുന്നു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നതിനപ്പുറം തിരിച്ചു വരാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഭാരതത്തിൻ്റെ ആത്മീയതയും ധ്യാനവും എല്ലാം തന്നെ നൽകിയ ഒരു മനഃശക്തി തന്നെ ഏറെ ശാക്തീകരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു അനുഭവ സമ്പത്ത് തന്നെ അദ്ദേഹം നാട്ടുകാരുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദമായ അനുഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഏറെ കൗതുകകരമായൊരു കാര്യം, അദ്ദേഹം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ തറയിൽ, അതായത് ഈ ബഹിരാകാശ നിലയത്തിൻ്റെ തറയിൽ ബാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത്തരത്തിൽ വെച്ചില്ലെങ്കിൽ താൻ ഉയർന്നു പോകും, പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ ക്യാമറയുടെ ഫോക്കസിൽ നിന്ന് ഉയർന്നു പോകും എന്നും അദ്ദേഹം പറയുന്നു. നേരിട്ടുള്ള അനുഭവം, അത് ആ പറഞ്ഞതിന് ശേഷം ആ സംസാരിക്കുന്ന മൈക്രോഫോൺ കയ്യിൽ നിന്ന് വിടുമ്പോൾ ആ മൈക്രോഫോൺ അവിടെ തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ അത് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു കൗതുകത്തിന് കൂടി ലോകം മുഴുവൻ സാക്ഷിയായി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. തീർച്ചയായും ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ല ഇന്ന് ലോകത്തെ ഭാരതത്തിലെ 142 കോടി ജനങ്ങളോടും സംസാരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നു. പ്രധാനമന്ത്രി ഈ മഹാജനതയുടെ സന്ദേശം, ലോകത്തെ ഏറ്റവും വലിയ ജനതയുടെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരിട്ട് ശുഭാൻഷുവിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഐസൺ, അത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഭാരതീയരുടെ മനസ്സിൽ തന്നെയാണ് ശുഭാൻഷു ശുക്ലയുള്ളത്. എന്തുതന്നെയായാലും നിർണായകമായൊരു സംവാദം തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്.